ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ തിരുവചനത്തിൽ നിന്നും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഇവിടെ വായിക്കുന്നു. അങ്ങനെ ദാര്യാവേസ് രാജാവ് രേഖയും കൽപ്പനയും എഴുതിച്ചു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എഴുതിയിരിക്കുന്ന ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകൊത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനമാണ് ഇവിടെ വായിപ്പാൻ ഇടയായ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ദാര്യാവേസ് രാജാവ് രേഖയും വിരോധന കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനാന്നുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിന്റെ പൊന്നു പാദപീഠങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽക്കാലം തിരുസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്നു. കഴിഞ്ഞ 2 പകലും 2 രാത്രിയിലും ഞങ്ങളോട് കൂടെ ഇരുന്നവനായ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലവും ഞങ്ങളോട് കൂടെ ഇരുന്ന കർത്താവ്, ദൈവസന്നിധിയിൽ ദൈവം ഞങ്ങളോട് സംസാരിക്കണം. കർത്താവ് ഞങ്ങളോട് ഇടപെടണം. ദൈവിക ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. അല്പസമയം ദൈവവചനം ധ്യാനിപ്പാൻ അടിയനെ ക്രൂശോട് മറയ്ക്കണം. അതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അതാ എന്റെ ജനത്തിന് ലോകമ്പാടുമുള്ളതായിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും കേൾക്കുന്നതായിരിക്കുന്ന കാണുന്നതായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വലിയ വിടുതലും അനുഗ്രഹമായി തീരുവാൻ ദൈവമോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയാല് സാധിക്കാത്ത കാര്യമില്ലൊന്നും പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കയില്ലെന്നും പ്രാർത്ഥനയാല് സാധിക്കാത്ത കാര്യമില്ലെന്നും പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കയില്ലെന്നും
യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാപിക്കുമെങ്കിൽ നിശ്ചയം ഫലം അതെല്ലാം നിങ്ങൾ പ്രാപിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാപിക്കുമെങ്കിൽ നിശ്ചയം ഫലം അടുത്തു പോടുത്തോ പ്രാർത്ഥിച്ചിടണം അടുത്തുവേറ്റാൽ ഒതുങ്ങിടാത്ത ശക്തി പ്രാപിച്ചു കൊടുത്തോ പ്രാർത്ഥിച്ചിടണം അടുത്തുവേറ്റാൽ ഒതുങ്ങിടാത്ത ശക്തി Praise the Lord. Hallelujah. Stop. ഒന്നുകൂടി വായിച്ച തിരുവചനം വായിക്കാം. അങ്ങനെ ദാരിയോവേസ് രാജാവ് രേഖയും വിരോധന കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ വീടിന്റെ വാതിൽ മാളികമുറിയിലെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ തുടർന്ന് 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ഇതിന്റെ ഗ്രന്ഥകർത്താവ് യഹൂദയുടെ പ്രവാസിയും ദൈവത്തിന്റെ പ്രവാചകനുമായിരിക്കുന്ന ദാനിയേലാണ്. ഈ ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ 12 അധ്യായമാണ് കാണുവാൻ കഴിയുന്നത്. 12 അധ്യായത്തിലും കൂടി ഏകദേശം 357 വാക്യങ്ങളാണ്
പ്രവചന ഗ്രന്ഥമായിരിക്കുന്ന ഈ ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഴുതിയ കാലം വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് BC 535 എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ പുസ്തകത്തിലെ പ്രധാന വ്യക്തികള് ദാനിയേൽ, നെബൂഖദ്നേസർ രാജാവ്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ബെൽശസ്സർ, ദാര്യാവേശ് എന്നുള്ളതായിരിക്കുന്ന ഈ പുസ്തകത്തിൽ കാണുവാനിടയാകുന്നത്. ഈ പുസ്തകത്തിലെ പ്രധാന സ്ഥലങ്ങൾ നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരമാണ്. ഇതിന്റെ പ്രത്യേകത ഭാവി കാലത്തെ കുറിച്ചുള്ളതായിരിക്കുന്നതായ ദൈവിക വെളിപ്പാടാണ് കാണുവാൻ ഇടയാകുന്നത്. സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയേല് യഹൂദയുടെ പ്രവാസിയും ദൈവത്തിന്റെ പ്രവാചകനും ആയിരുന്നു. എന്താ ദൈവത്തിന്റെ വചനത്തിലൂടെ ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനിടയാകുന്നുണ്ട്. ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനമാണ് നമ്മൾ വായിപ്പാനിടയായത്. 6-ാം അധ്യായത്തിലെ പ്രധാന വിഷയങ്ങൾ ഒരു വേദപണ്ഡിതാവ് പഠിക്കുമ്പോൾ അവർക്ക് കാണുവാൻ ഇടയാകുന്നത് 2 വിഷയമാണ്. 3 വിഷയമാണ് അതിൽ കാണുവാൻ ഇടയാകുന്നത്. ദാനിയേലിനെതിരെയുള്ളതായിരിക്കുന്നതായ ഗൂഢാലോചന നമുക്ക് കാണുവാനിടയാകും. വീണ്ടും ദാനിയേൽ സിംഹക്കുട്ടി ആയിരിക്കുന്നത് നമുക്ക് കാണുവാനിടയാകും. ദാര്യാവേശിന്റെ വിളംബരം നമുക്ക് കാണുവാനിടയാകും. അങ്ങനെ 3 വിഷയമാണ് ഈ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ അല്പസമയത്തെ ദൈവവചന ചിന്ത അതിന്റെ 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണെന്ന് ഞാൻ ഓർപ്പിപ്പാൻ ഇടയായല്ലോ. അവിടെ വായിക്കുന്നത് അതിന്റെ 1 മുതലായിരിക്കുന്ന തിരുവചനങ്ങൾ ഒന്ന് വായിക്കാം. രാജ്യമൊക്കെ ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിക്കുമ്പോൾ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3-രിൽ ദാനിയേൽ ഒരുവനായിരുന്നു. നമുക്ക് കാണുവാനിടയാകുന്നത് യഹൂദയിലേക്ക് കടന്നു വരികയും ദൈവത്തിന്റെ ജനതയെ അടിമകളാക്കി ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. ആ കൂട്ടത്തിലുള്ളതായിരിക്കുന്നതായ യഹൂദയുടെ അഥവാ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ദാനിയേൽ. ആ ദാനിയേലിനും ബാബിലോണിൽ കടന്നു വരുവാനിടയായി. ബാബിലോണിൽ പ്രവാസകാലമായി കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവിന്റെ ഭരണം കഴിഞ്ഞു. തന്റെ മകനായിരിക്കുന്ന ഒന്ന് വായിച്ചാട്ടെ. രാജ്യമൊക്കെ ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിക്കുവാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി.
അവന്റെ കൊച്ചുമകനായിരിക്കുന്നതായ ദാരിയേസിന് ഇഷ്ടം തോന്നി. താൻ ഭരിക്കുന്നതായിരിക്കുന്ന ഭരണത്തിങ്കിൽ 120 ദേശാധിപതിമാരെ 3 അധ്യക്ഷന്മാരെ താൻ എന്തിയാണ് നിയമിക്കുവാൻ ദാരിയേസ് രാജാവിന് ഇഷ്ടം തോന്നി എന്നാണ് അവിടെ വായിപ്പാനിടയാകുന്നത്. എന്നാൽ അതിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ കാണുവാനിടയാകും 9-ാമത്തെ തിരുവചനത്തിൽ കാണുവാനിടയാകുന്നത്, അങ്ങനെ ദാരിയേസ് രാജാവ് ഒരു രേഖയും വിരോധന കൽപ്പനയും എഴുതിച്ചു. അതിന്റെ കാരണം എന്തെന്നുള്ള നമുക്ക് ചിന്ത കാണുവാനിടയാകുന്നത്, ദാവീദ് യഹൂദ വംശത്തിൽ പിറന്നവരാണ്. ദാനിയേലിന് അവിടെ യഹൂദയുടെ പ്രവാസിയായിരിക്കുമ്പോൾ തന്നെ ദാനിയേലിന്റെ ജീവിതത്തിൽ യഹൂദനൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ നിൽക്കുന്നവരാണ് യഹൂദന്മാർ. ദൈവം അവർക്കൊരു പ്രമാണം നൽകിയിട്ടുണ്ട്. ആ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കുന്ന ദാനിയേല് ഇതാ ഇവിടെ ബാബിലോണിൽ കടന്നു വന്നപ്പോൾ ദാരിയേസിന്റെ കാലത്ത് ദാനിയേല് അവിടെയുള്ളതായിരിക്കുന്ന 3 നിയമസ്ഥന്മാരുടെ മധ്യത്തിൽ ഒരുവനായി ദാനിയേൽ. ആ ദാനിയേൽ ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ രാജാവിന് വളരെ ഇഷ്ടമുള്ളവനും, ദാനിയേൽ ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ പ്രാർത്ഥിക്കുന്നവനും, സത്യദൈവത്തെ ആരാധിക്കുന്നവനും, സത്യപ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നവനുമായിരുന്നു. എന്നാൽ ദാനിയേലിന്റെ കൂടെയുള്ളതായിരിക്കുന്നതായ നിയമപാലകന്മാർക്ക് ദാനിയേലിനോട് വലിയ അകലിച്ച വെറുപ്പ് തോന്നുവാനിടയായി. കാരണം എന്ന് ചോദിച്ചാൽ ദാരിയേസ് രാജാവിന് ദാനിയേലിനോടാണ് ഏറ്റവും കൂടുതലുള്ളതായിരിക്കുന്നതായ അടുപ്പവും ഹല്ലേലൂയ എന്ന് കാണുവാനിടയാകുന്നു. കാരണം എന്ന് ചോദിച്ചാൽ പാപത്തെ വിട്ടോടുന്നവനായ, ദൈവിക പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നവനായ, പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന, സ്വപ്ന വ്യാഖ്യാതമായിരിക്കുന്നതായ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവനായ ദാനിയേൽ ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട്, രാജാതി രാജാവായിരിക്കുന്ന കർത്താവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അവിടെ അല്ലെങ്കിൽ ബാബിലോണിന്റെ രാജാവായി ഭരിക്കുന്നതായിരിക്കുന്ന ദാനിയേലിനോട് വലിയ ഇഷ്ടം തോന്നുവാനിടയായി. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഇഷ്ടക്കേട് വരുത്തേണ്ടതിന് വേണ്ടി അവർ ചില രാജാവ് തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നവരും ചേർന്നെന്തിയാണ് ദാരിയേസ് രാജാവിന്റെ അടുത്ത് കടന്നു എന്ന ചില കാര്യങ്ങൾ അവർ ബോധിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു കുറ്റവും കാണാതിരിക്കുമ്പോൾ കുറ്റം കാണേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ ദാരിയേസ് രാജാവിന്റെ അടുത്ത് അവർ കടന്നു ചെന്ന ചില കാര്യങ്ങൾ ഹല്ലേലൂയ രാജാവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനിടയാകും. അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്തതായിരിക്കുന്ന നിയമപ്രകാരം അവർ ഒന്നിച്ച് കടന്നു എന്ന ഹല്ലേലൂയ ഇവിടെ മേദ്യരും പാർസ്യരും ഒന്നിച്ച് ഭരിക്കുന്നതായിരിക്കുന്ന രാജ്യമാണ്, സാമ്രാജ്യമാണ് മേദ്യ പാർസ്യ സാമ്രാജ്യം. ആ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളായിരിക്കുന്ന ദാരിയേസിന്റെയും കോരേശിന്റെയും അടുത്ത് കടന്നു എന്ന നിയമപാലകന്മാർ ഹല്ലേലൂയ ദേശാധിപതിമാർ കടന്നു എന്ന ഇതാ ദാരിയേസ് രാജാവിനോട് ഹല്ലേലൂയ കൽപ്പന അറിയിക്കുക.
അവരറിയിക്കുന്നതായിരിക്കുന്ന കൽപ്പന ഇപ്രകാരമാണ്: രാജാവിൻ ഇന്നു മുതൽ 7 ദിവസം വരെ രാജാവിനെ അല്ലാതെ മറ്റൊരാളെ ആരാധിപ്പാൻ രാജ്യത്തിലുള്ളവർ പാടില്ല. രാജാവിനെ മാത്രമായിരിക്കണം അവർ നമസ്കരിക്കുന്നത്, അവർ ആരാധിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഈ കൽപ്പന പുറപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ അതിൻ്റെ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ദാരിയോസ് രാജാവ് രേഖയും വിരോധന കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്നാ ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന ആമേൻ അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനാ ജീവിതമുള്ളതായിരിക്കുന്ന, കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്ക് ഏതു നേരത്തും സങ്കടം ബോധിപ്പിച്ച പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ദാനിയേൽ അവൻ രാജാവിനെ നമസ്കരിക്കുകയില്ല. രാജകീയ കൽപ്പനയ്ക്കുള്ളിൽ അവനായിരിക്കുന്നുവെങ്കിലും മനുഷ്യ ദൈവങ്ങളെ, മനുഷ്യ ആരാധകരെ അവൻ ആരാധിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന ദൈവിക പ്രമാണം. ായിരിക്കുന്നതായ ദാനിയേൽ കൽപ്പന പുറപ്പെട്ടപ്പോൾ അവന്റെ മാളിക മുറിയിലേക്ക് കടന്നിയെന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്നതായ വാതിലിന്റെ നേരെ ആയിരുന്നു കൊണ്ട് അവനവിടെ മുട്ടുമടക്കുവാനിടയായി. അവനവിടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ യെരൂശലേമിൽ അധിവസിക്കുന്നവനായ ദൈവത്തോടവൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കാണുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം എമ്പാടുമായിരുന്നു കൊണ്ട് പ്രശ്നത്തിന്റെ, പ്രതിസന്ധികളുടെ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, രോഗത്തിന്റെ മധ്യത്തിൽ, ബുദ്ധിമുട്ടത്തിന്റെ, പ്രയാസത്തിന്റെ മധ്യത്തിൽ ശത്രു നിന്നോട് പോരാടുമ്പോൾ, ദുഷ്ടത്തിനെ തകർത്ത് കളയുവാൻ കടന്നു വരുമ്പോൾ, നീ പാർക്കുന്നതായിരിക്കുന്ന ദേശത്തിന്റെ അന്ധകാര ശക്തികളായിരിക്കുന്ന ദേശത്തിന്റെ പോരുകളാ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ നീ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിന്റെ പ്രാർത്ഥന കേട്ട നിനക്ക് മറുപടി നൽകുന്നവനായ ഒരു സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. യെരൂശലേമിന്റെ നേരെ തുറന്നിട്ടിരിക്കുന്നതായിരിക്കുന്ന വാതിലിന്റെ വാതിൽക്കൽ കടന്നു വന്ന അവന്റെ മാളിക മുറിയിൽ മുട്ടുകുത്തുവാനിടയായി. ഇന്ന് പലരുടെയും പ്രാർത്ഥന, സ്തോത്രം, ഹല്ലേലൂയ, രാത്രിയുടെ യാമങ്ങൾ കൊണ്ട് മാത്രം ഒതുങ്ങിയ. എന്നാൽ ദാനിയേലിന്റെ പ്രാർത്ഥനയോ അവൻ യെരൂശലേമിലേക്ക് അവന്റെ വാതിലടയ്ക്കാതെ, മാളിക മുറിയുടെ വാതിലടയ്ക്കാതെ തുറന്നിട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും പ്രാർത്ഥിക്കേണ്ടതിനു വേണ്ടി, നമുക്ക് വേണ്ടി ഹല്ലേലൂയ തിരശ്ശീല കീറി വഴിയൊരുക്കിയവനായ കർത്താവ്, നമുക്ക് വേണ്ടി ഉന്നതമായിരിക്കുന്നതായ സ്വർഗത്തിൽ പിതാവിന്റെ ഹല്ലേലൂയ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥ ചെയ്തവനായ കർത്താവിനോട് നാം പ്രാർത്ഥിക്കേണ്ടവരാണ്. അത് ഇന്ന സമയമെന്നില്ല, കാലത്തെന്നില്ല, ഉച്ചയെന്നില്ല, രാത്രിയുടെ യാമമെന്നില്ല. ഏത് നിമിഷവും പ്രാർത്ഥിക്കുവാൻ ഉത്സാഹവും താല്പര്യവും മടുപ്പില്ലാത്തവരായിരിക്കണം ദൈവജനം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ പാദപീഠങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവജനത്തിന് പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമുണ്ട്.
പ്രാർത്ഥന വീരനായിരുന്നതായ ഡിയൽ മുടി പറഞ്ഞത്, ഹല്ലേലൂയ, താൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഭൂമിയുടെ പരപ്പിലുള്ളായിരിക്കുന്ന സകല മനുഷ്യന്റെ കരങ്ങളും ചലിപ്പാനിടയാകും. ഭൂമിയെ സൃഷ്ടിച്ചവനായ ഹല്ലേലൂയ ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണ് പ്രാർത്ഥനയെന്ന് ഡിയൽ കൂടി പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല നിന്റെ വിഷയം ഏതുമായി കൊള്ളട്ടെ, എത്ര ഭയങ്കര വിഷയമായിരുന്നാലോ, പർവ്വതം പോലെ നിന്റെ മുൻപാകെ നിൽക്കുന്നതായിരിക്കുന്ന വിഷയമായിരുന്നാലോ, നീ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ മുട്ടുമടക്കി കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട മറുപടി നൽകുക ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവപാദപീഠങ്ങളിൽ ഇവിടെ ദാനിയേൽ പ്രാർത്ഥിച്ച അതിന്റെ താഴ്ന്നു വച്ചാട്ടെ അളിമൊഴിയിൽ തുറന്ന 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. അടുത്തുകൂടെ അപ്പോൾ അപ്പോൾ തന്നെതിരെ നിൽക്കുന്നതായിരിക്കുന്ന വിരോധികൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്, ദാനിയേൽ പാടുന്നത്, ദൈവപ്രമാണം വായിക്കുന്നത്, ദൈവപ്രമാണം ശുശ്രൂഷിക്കുന്നത് എന്ന് വേണ്ട, ദാനിയേലിന്റെ ദൈവത്തോടുള്ള അടുപ്പത്തിൽ ചെയ്തായിരിക്കുന്നതായ സകല പ്രക്രിയകളും വിരോധികൾ കാണുവാനിടയായി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി അവരെന്ത് ചെയ്യാണ്? രാജാവിന്റെ മുൻപാകെ കടന്നു നിന്നിട്ട്, രാജാവേ, അങ്ങയുടെ കൽപ്പന, അങ്ങയുടെ വാക്ക് കേൾക്കാത്തതായിരിക്കുന്ന യഹൂദ പ്രവാസിയായിരിക്കുന്ന ദാനിയേൽ ചന്ദ്രൻ സ്തോത്രം എന്ന് പറയുവാനിടയായി. അതുകൊണ്ട് മേദിയുടെയും പാർസിയുടെയും നിയമത്തിന് ഒരു മാറ്റവുമില്ലാത്തതാണ്. രാജാവിന് ദാനിയേലോട് പ്രിയമാണ്. സ്തോത്രം. കാരണം എന്ന് ചോദിച്ചാൽ രാജകീയ ഭണ്ഡാരമൊക്കെ നിറയുവാനും ഒക്കെ അതിൻ്റെ മേൽവിചാരകനായിരിക്കുന്ന വ്യക്തിയാണ് ദാനിയേൽ. ദാനിയേലിനെ കൊണ്ട് രാജകൊട്ടാരത്തിൽ വലിയ പ്രയോജനമാണ്. എന്നാൽ സ്തോത്രം, ദൈവത്തിൽ കൽപ്പനയ്ക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് ആ കൽപ്പനയുടെ മധ്യത്തിൽ, ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മധ്യത്തിൽ വിരോധികൾ എഴുന്നേറ്റ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവപ്രമാണമുള്ളതായിരിക്കുന്നതായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ട് കളയുവാനുള്ളതായിരിക്കുന്ന പ്രമാണം കടന്നു വരുവാനിടയായി. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ദാനിയേൽ സിംഹക്കുഴിയിൽ കടന്നു വന്നപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം സിംഹത്തിന്റെ വായടക്കുവാനിടയായി. വായിക്കുന്നത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അന്ന് രാത്രികാലം ദാരിയസ് രാജാവിന് ഉറക്കം വന്നില്ല. അവന്റെ പള്ളിമെത്തയിൽ വെപ്പാട്ടിമാരെ കൊണ്ടുവന്നില്ല. അവനതിനെ അനുവദിച്ചില്ല എന്നാണ് വായിപ്പാനിടയാകുന്നത്. ഉറക്കം കെട്ടവനായിരിക്കുന്നതായ ദാരിയസ് പ്രഭാതത്തിൽ എഴുന്നേറ്റ ദാനിയേലിന്റെ അടുത്ത് കടന്നു ചെന്നു. സിംഹക്കുഴിയിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പുരുഷനായിരിക്കുന്ന ദാനിയേല് എന്ന് വിളിച്ചപ്പോൾ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ രാജാവിനോട് പറയുന്നതായിരിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങൾ നമുക്ക് താഴെ വായിപ്പാനിടയാകുന്നു.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന ദൈവജനമേ, പ്രാർത്ഥിക്കുന്നതായ നീ ഹല്ലേലൂയ തകർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ യുദ്ധം മുൻപോട്ട് കടന്നുപോയാലും യുദ്ധം അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതായ നിന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതല സർവശക്തനായ ദൈവം വലിയൊരു അനുഗ്രഹം നൽകുവാൻ ശക്തനായിരിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ രേഖ എഴുതിയെന്ന് കണ്ടപ്പോൾ ദാനിയേൽ എന്തിയാണ് മുട്ടുകുത്തി കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായ ഒരു തിരുവചനം കൂടി നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. എസ്രായുടെ ആ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ വായിച്ചാട്ടെ. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 5-6 വാക്യം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 5-6 വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഇവിടെ ദാനിയേലിന്റെ കാലത്ത് ദാനിയേലിന്റെ ദൈവത്തെ സേവിച്ചവനായ ദാനിയേലിന്റെ ജീവിതത്തെ സർവശക്തനായ ദൈവം രാജാതി രാജാവ് കർത്താതി കർത്താവായിരിക്കുന്നവനായ ദൈവം എന്തിനാണ് രാജാവിന്റെ ജീവിതത്തെ മാറ്റിമറിപ്പാനിടയായി. പുരോഹിതനായിരിക്കുന്ന ഇസ്രായേലിന്റെ കാലത്ത് ദൈവം രാജാവിനൊരു ദേവാലയം പണിയുവാൻ കൽപ്പന കൊടുക്കുവാൻ. അപ്പോൾ ആരാധനയുടെ സമയത്ത് യാഗപീഠത്തിന്റെ മുൻപാകെ കടന്നു വന്ന പുരോഹിതനായിരിക്കുന്ന ഈ എക്സ്ട്രാ എന്തിയ അയച്ചാട്ടെ. യാഗപീഠത്തിന്റെ സമയമായപ്പോ ആരാധനയുടെ സമയമായപ്പോ അവനെന്ത് ചെയ്യാണ്? എന്റെ ആത്മതവനം വിട്ട് എഴുതട്ടു. കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയിലേക്ക് കൈകളെ ഉയർത്തി പറഞ്ഞതെന്തെന്നാ? സ്തോത്രം. ഇവിടെ എന്തിയാണ് പുരോഹിതനായിരിക്കുന്ന എസ്രാ ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ ജനത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വാദപീഠങ്ങൾ വിട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ഹല്ലേലൂയ. പ്രവാചകനായിരിക്കുന്നതായ ദാനിയേൽ രാജാവിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി കടന്നു വന്നപ്പോൾ ജനത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ഇവിടെ പുരോഹിതൻ എന്തിയാണ്? പാപം വർദ്ധിച്ചപ്പോൾ ജനത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് പുരോഹിതൻ ദൈവത്തോട് കുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പാനിടയായി. കേൾക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവമക്കളെ, പാപം പെരുകുമ്പോൾ, പാപം വർദ്ധിക്കുമ്പോൾ സർവശക്തനായ ദൈവം എന്ത് ചെയ്യാ? ലോകത്തെ ന്യായം വിധിപ്പാനിടയാകും. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് കാണുവാൻ ഇടയാകുന്നത് അങ്ങനെയാണ്. ലോകയുടെ കാലത്ത് പാപം പെരുകി. ദൈവം ഭൂമിയെ എന്തുകൊണ്ട് വെള്ളം കൊണ്ട് നശിപ്പിച്ചു? വിശുദ്ധന്മാരെ വേർതിരിച്ചു. ഹല്ലേലൂയ. ലോത്തിന്റെ കാലത്ത് പാപം പെരുകി. എന്ത് ചെയ്തു? സോദോമിനെ ഗൊമോറയെയും ദൈവം തീയാൽ ഇറക്കി നശിപ്പിക്കുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ശുദ്ധ തിരുവചനങ്ങൾ പഠിച്ചു കടന്നു വരുമ്പോ ഇസ്രായേലിൽ പാപം പെരുകി. ദൈവജനം കിടക്കുന്ന ഇടത്തിൽ നിന്നും
സർവശക്തനായ ദൈവം കുഞ്ഞാടിന്റെ രക്തത്താൽ ഹല്ലേലൂയ അവരെ ന്യായം വിധിച്ച, ഹല്ലേലൂയ മിസ്രൈമിനെ ന്യായം വിധിച്ച ദൈവജനത്തെ വിടുവിപ്പാനിടയായി. പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഭൂമിയെയും അതിൻ നിവാസികളെയും ന്യായം വിധിച്ച, ശുദ്ധീകരിച്ച, ദൈവത്തിൽ വാരിക്കുന്ന ദൈവജനത്തെ ദൈവം വേർതിരിച്ചെടുക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്നറിഞ്ഞുകൊള്ളേണ്ടത് ആവശ്യമാണ്. ഈ നാളുകളിൽ ചില വർഷങ്ങളായി ഈ മഹാമാരിയാൽ ലോകജനം മുഴുവനും വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകജനം മുഴുവനും ഭീതിയിൽ, ഭാരത്തിൽ, ഹല്ലേലൂയ ഭയത്തിൽ ആയിരിക്കുകയാണ്. ലക്ഷോപലക്ഷങ്ങൾ ഹല്ലേലൂയ ലോകത്തിൽ നിന്നും മാറിപ്പോയി. ഇനി എത്ര കണ്ട് മാറിപ്പോകുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. ഏതെല്ലാം മരുന്ന് കണ്ടുപിടിച്ചാലും ദൈവം ബാധിച്ചതിന് ദൈവം തന്നെ മാറ്റണം. ദൈവം ലോകത്തെ ന്യായം വിധിപ്പാനിടയായിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായിരിക്കുന്ന വ്യക്തി ജീവിതമേ, പാപം പെരുകിയപ്പോൾ ഹല്ലേലൂയ ദൈവം ലോകത്തിലുള്ള ജനത്തെ ന്യായം വിധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ പാപവഴികളെ വിട്ട ദൈവത്തിലേക്ക്, സൃഷ്ടാവിലേക്ക് നീ ഒന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമോ? ഈ മഹാമാരി, ഈ വൈറസ് രോഗം, ഈ COVID-19 രണ്ടാം ഘട്ടവും ലോകരാജ്യങ്ങളിലെല്ലാം കടന്നു വന്നിരിക്കുക. അടുത്ത മൂന്നാം ഘട്ടം കടന്നു വരുന്നു. ഇളയ തലമുറകളിലേക്ക് എന്നാണ് വാർത്തകൾ ഒരു വിശുദ്ധ കൂട്ടത്തെ ദൈവം ഹല്ലേലൂയ ഈ ഭൂമിയിൽ വേർതിരിച്ചെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ലോകജനമേ നീ മറന്നു പോകരുത്. പാപം പെരുകിയപ്പോൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്, രാജാവ് മുട്ടിന്മേൽ നിന്ന് കരങ്ങളെ ഉയർത്തി, ന്യായാധിപൻ മുട്ടിന്മേൽ നിന്ന് കരങ്ങളെ ഉയർത്തി, പ്രവാചകൻ മുട്ടിന്മേൽ നിന്ന് കരങ്ങളെ ഉയർത്തി, പുരോഹിതൻ മുട്ടിന്മേൽ നിന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പാനിടയായെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഭൂലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ കരത്തെ ശലിപ്പിക്കുന്നതായിരിക്കുന്ന ശക്തിയായിരിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവജനം മുന്നേറുന്നുവെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. ദൈവസന്നിധിയിൽ ഒരു തിരുവചനം കൂടി നമുക്ക് വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 60-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വിടാം, സമയം മുൻപോട്ട് കടന്നു പോകുന്നുവല്ലോ. ദൈവവാദവിടങ്ങളിൽ സ്തെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് സ്തെഫാനോസ് എന്ത് ചെയ്യാണ്? മുട്ടുകുത്തി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പാനിടയായി. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന ആമേൻ ഉച്ചത്തിൽ നിലവിളിച്ച സ്തോത്രം. സ്തെഫാനോസ് എന്ത് ചെയ്തു? ഒരു പ്രാർത്ഥനാ വീരനായിരിക്കുന്ന വിശ്വസ്തനായ ദൈവത്തിന്റെ ദാസനായി ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ആ പ്രസംഗത്തിൽ സ്തോത്രം അന്നത്തെ സുവിശേഷ വിരോധികള് ദൈവസനിൽ തന്നെ കൊണ്ട് ഒറ്റ പ്രസംഗമേ പ്രസംഗിപ്പിച്ചുള്ളൂ. സ്തോത്രം. ആ പ്രസംഗത്തിൽ കല്ലേറുകൊണ്ട കർത്താവിന്റെ ദാസനായിരിക്കുന്ന സ്തെഫാനോസ് തന്റെ ശരീരത്തിൽ ദേഹത്തുള്ളായിരിക്കുന്ന പ്രാണൻ, ആത്മാവ് തന്നിൽ നിന്നും വിട്ടു പോകുന്നതിന് മുമ്പ് താൻ എന്ത് ചെയ്യാണ്? അവിടെ മുട്ടുകുത്തിയിട്ട കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചത്, കർത്താവേ ഇവരോട് ഈ പാപം, കർത്താവായ യേശുവേ ആമേൻ, ഇവരോട് ഈ പാപം, ആമേൻ ഈ പാപം നിർത്തരുത് എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ഏതു പാപം? സ്തോത്രം. കർത്താവിന്റെ ദാസനായിരിക്കുന്ന
സ്തെഫാനോസിനെ സ്തോത്രം ഉപദ്രവിച്ചയുടെ ജീവിതത്തിൽ വായിക്കുന്ന പാപം അവരുടെ ജീവിതത്തിൽ നിർത്തരുതെന്ന സ്തെഫാനോസ് പ്രാർത്ഥിപ്പാനിടയായി. ഹല്ലേലൂയ. കർത്താവ്, ദൈവദാസന്മാർ, ദൈവമക്കൾ, നീ എത്ര കണ്ട് കൊടും പാപിയായിരുന്നാലും, ഏതെല്ലാം പാപമംഗലമായിരിക്കുന്ന ജീവിതത്തിൽ നടക്കുന്നവനായിരുന്നാലും, ഹല്ലേലൂയ, നിന്റെ പാപത്തെ വെറുത്തുകൊണ്ട് ഹല്ലേലൂയ പാപിയായ നിന്നെ സ്നേഹിക്കുന്നവനാണ് കർത്താവ്. ദൈവദാസന്മാരായിരിക്കും ഞങ്ങള്. നിന്റെ ജീവിതത്തിൽ എത്ര കണ്ട് ഞങ്ങളെ ഉപദ്രവിച്ചാലോ, കല്ലുകൾ എറിഞ്ഞാലോ, അടിച്ചാലും കൊന്നാലോ, ഹല്ലേലൂയ, ഞങ്ങൾ നിനക്കെതിരായ ഒരു കരങ്ങൾ പൊക്കത്തില്ല. കാരണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന, ദൈവമേ, ഈ ചെയ്യുന്നതായിരിക്കുന്നതായ അവന്റെ ജീവിതത്തിലെ പാപം അവനോട് ചോദിക്കരുത്, അവന്റെ പാപത്തെ നീ നിർത്തൽ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയാകും. ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു എന്താ ചെയ്തതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം വായിക്കാം. ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിലും ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി രക്ഷിപ്പാൻ ഇറങ്ങി വന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ, പ്രൈസ് ദി ലോർഡ്, ഈ മശിഹായെ ഞങ്ങൾക്ക് വേണ്ട, ബർബാസിനെ ഞങ്ങൾക്ക് മതിയെന്ന് പ്രൈസ് ദി ലോർഡ് കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുക്കോടെ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വെല്ലുവിളിക്കുന്നതായിരിക്കുന്ന ഭൂതന്മാരുടെ മധ്യത്തിൽ, റോമക്കാരുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്തിയാണ് അവരെല്ലാം വിട്ട ഒലുമലയിലേക്ക് കടന്നിയെന്ന, അവിടെ കടന്നിയെന്ന ദൈവസന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവേ, ദൈവമേ, പിതാവേ, ഇവരുടെ പാപം ഇവരോട് ക്ഷമിച്ച അവരെ നമ്മുടെ മക്കളാക്കി തീർക്കണമേ എന്ന് യേശു പ്രാർത്ഥിപ്പാനിടയായി. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം നിന്നെ ഏൽപ്പിക്കുവാൻ കഴിയുമോ? നിന്റെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, എപ്രകാരമായിരിക്കുന്ന വിഷയങ്ങളുമായിക്കൊള്ളട്ടെ, അതിൻ്റെ മധ്യത്തിൽ നിന്നെ വിടുവിപ്പാൻ ശക്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ശക്തനായിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നുവെങ്കിൽ അവൻ നിന്റെ വിഷയം പർവ്വതം പോലെ സമമായിരുന്നാലും അതിൻ്റെ മധ്യ നിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ നിനക്ക് മറുപടി നൽകുന്നവനായ ഒരു സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ പൊന്നുകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിൽ നമുക്ക് വീണ്ടും കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ദൈവത്തിന്റെ പൊന്നുകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളെ അല്ലെ കണ്ണുകൾ അടച്ച പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതുവരെയും ഞങ്ങളുടെ ശ്രുതികളിന്മേൽ അധിവസിച്ചു കൊണ്ടുവന്നവനായ ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവിന്റെ പൊതുപാദപടങ്ങളിൽ തിരുസന്നിധിയിൽ അല്പനിമിഷം ദൈവത്തിന്റെ വചന കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽക്കാലവും ശുശ്രൂഷിപ്പാൻ ദൈവമോട് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. രാജാവ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരങ്ങളെ ഉയർത്തി, പ്രവാചകൻ മുട്ടുമടക്കി കരങ്ങളെ ഉയർത്തി, ന്യായാധിപൻ മുട്ടുമടക്കി ഹല്ലേലൂയ കരങ്ങളെ ഉയർത്തി, പുരോഹിതൻ മുട്ടുമടക്കി ഹല്ലേലൂയ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ ജനത്തിന്റെ പാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്താൽ വായിക്കുന്ന ന്യായവിധി ജനത്തിന്റെ മേൽ കടന്നു വരാതെ വണ്ണം സർവശക്തന് ഈ പാപമംഗലമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്റെ ജനത്തിനൊരു മടങ്ങി വരവ് ദൈവം നൽകി. ഈ മഹാവ്യാധിയെ സർവശക്തനായ ദൈവം അവിടുന്ന് മാറ്റുമാർഗണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വന്തം
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ബലത്തോടെ നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം വീണ്ടും നമ്മളെ ഇവിടെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം കൂടി പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവമാതവിടങ്ങളിൽ ഏൽപ്പിച്ച നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.